Happy birthday to you. Happy birthday, dear Chichi. Happy birthday to you. ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നിങ്ങളിപ്പോൾ കണ്ട ആളാണ് സ്മിത ചേച്ചി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ചേച്ചി. അങ്ങനെ ഒരുപാട് സ്നേഹമുള്ള എൻ്റെ ചേച്ചി. അപ്പം ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ 11. അപ്പം അതിൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ. അപ്പം നമുക്ക് ഒരു കഥയിൽ നിന്ന് തുടങ്ങാം. സ്മിത ചേച്ചിയുടെ മോൻ സിദ്ധാർത്ഥ് ഇപ്പം ജർമ്മനിയിലാണ്. അപ്പം അവന് ഡെഫിനറ്റ്ലി അവൻ്റെ അമ്മയുടെ 50-ാം വയസ്സിൻ്റെ ബർത്ത്ഡേ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നമുക്ക് ഈ ബർത്ത്ഡേ ഒന്ന് അടിച്ചു പൊളിച്ചാലോ സിദ്ധാർത്ഥ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കേൾക്കേണ്ട താമസം പാവം സിദ്ധാർത്ഥ് ആദ്യം കുറച്ച് കരഞ്ഞു. ചേച്ചി, എനിക്ക് അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഇപ്പം എന്തായാലും പഠിക്കാൻ പോയിരിക്കുന്നതല്ലേ, അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത വർഷം അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പം ഈ പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സന്തോഷമൊക്കെ ചേച്ചിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല, സ്മിത ചേച്ചിയുടെ ഹസ്ബൻഡ് രാജേഷ് ഏട്ടൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ബർത്ത്ഡേ ഫംഗ്ഷനും കൂടി അറേഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളെയും ചേട്ടൻ എല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ നമുക്കൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇതും കൂടെ കേട്ടതിന് ശേഷമാണ് ഞാൻ സിദ്ധാർത്ഥനെ ഒന്ന് വിളിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മളിപ്പം ഏതൊക്കെ വലിയ ഗിഫ്റ്റും എത്ര വിലപിടിപ്പുള്ള ഗിഫ്റ്റ് കൊടുത്താലും എത്ര വേണ്ടപ്പെട്ടവർ നമ്മുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞാലും ചേച്ചിയുടെ ഉള്ളിലൊരു ചെറിയൊരു തേങ്ങൽ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. സ്വന്തം കുഞ്ഞ് അടുത്തില്ലാണ്ട് നമ്മൾ എത്രയൊക്കെ ആഘോഷങ്ങളിൽ നിന്നാലും ഒരു തേങ്ങൽ എവിടെയെങ്കിലും കാണില്ലേ എന്നൊരു തോന്നൽ നമുക്കുണ്ടായി. അപ്പം ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ സിദ്ധാർത്ഥനെ കോണ്ടാക്ട് ചെയ്യുന്നതും. അപ്പോൾ അതിനുശേഷം സിദ്ധാർത്ഥ് അത് വളരെ എന്താ പറയുക, അവനത് ഒരു 100% അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു ഫുൾ ഡെഡിക്കേഷൻ. ചേച്ചി എന്ത് വേണമെങ്കിലും ചെയ്യാം, അമ്മയൊന്ന് മാക്സിമം ഒന്ന് ഹാപ്പി ആക്കി തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളങ്ങ് സന്തോഷമാണോ സങ്കടമാണോ എല്ലാ ഇമോഷൻസും എനിക്കവിടെ കാണാൻ പറ്റുമായിരുന്നു. ശേഷം നമ്മുടെ ചിന്ത ഈ ഒരു സ്പെഷ്യൽ ഡേ എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ചേച്ചിക്ക് ഓർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നിമിഷങ്ങളായി മാറ്റാമെന്നായി. അപ്പോൾ ഞാൻ സിദ്ധാർത്ഥനോട് ചോദിച്ചു, ഒരു കാര്യം ചെയ്യൂ, അമ്മയുടെ കുറച്ച് ഫേവറേറ്റ്സ് കാര്യങ്ങൾ എന്നോട് പറയൂ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറച്ച് പ്ലാനിങ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ അവനോട് പറഞ്ഞു. അമ്മയുടെ ഫേവറേറ്റ് കളർ ഏതാണ്, അമ്മയുടെ ഫേവറേറ്റ് എന്താ പറയുക, ഈ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് ആണോ അല്ലെങ്കിൽ അമ്മയ്ക്ക് സാരിയാണോ ഇഷ്ടം, അമ്മയുടെ ചോക്ലേറ്റ്സിൻ്റെ ഫേവറേറ്റ് ഏതാണ്, അമ്മയ്ക്ക് പെർഫ്യൂം ഏതാണ്, ഇതൊക്കെ നീ നോക്കിയിട്ട് ഒരു 1/2 hourനുള്ളിൽ എനിക്ക് മെസ്സേജ് ഇടുമെന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കത്തില്ല, ഇതിനൊരു വലിയ സമയമൊന്നും എടുത്തില്ല. ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റെങ്കിലും എടുത്തിട്ടുണ്ടാവുള്ളൂ. ഞാൻ നോക്കുമ്പം ഒരു വലിയൊരു ലിസ്റ്റ്, അമ്മയുടെ ഫേവറേറ്റ് കളർ, അമ്മയുടെ ഫേവറേറ്റ് ഫാബ്രിക്, അമ്മയുടെ ഫേവറേറ്റ് അമ്മ ഏത് ഷോപ്പിൽ നിന്നാണ് ഷോപ്പ് ചെയ്യുന്നത്, അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂം ഏതാണ്, അതിൻ്റെ ബ്രാൻഡ് ഏതാണ്, അത് ഏത് ഷോപ്പിൽ കിട്ടും, അങ്ങനെ കുറേ ഡീറ്റെയിൽസ്, അമ്മയുടെ ഫേവറേറ്റ് ചോക്ലേറ്റ്സ്, പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഫോട്ടോ ഫ്രെയിംസ്. അപ്പം ഇന്ന ഫോട്ടോ ഫ്രെയിമിൽ, അതായത് അവരുടെ ഏറ്റവും ചെറിഷ്ഡ് ആയിട്ടുള്ള ഒരു മൂമെൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം വയ്ക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ തന്നെ ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം ഇത്രയും മനോഹരമായിട്ടാണ് ഒരു മകൻ ഒരമ്മയെ ഇങ്ങനെ ഇത്രയും മനസ്സിലാക്കിയതും ആ ഒരു കെയറിങ്, ആ ഒരു സ്നേഹം ഇത്രത്തോളം ഉണ്ടെന്ന് കണ്ടപ്പം ശരിക്കും ഞാൻ ഈ എടുത്ത എൻ്റെ ഒരു എഫേർട്ട് എനിക്കതൊരു പ്രൈസ്ലെസ്സായിട്ട് എനിക്ക് മാറിയായിരുന്നു. കാരണം ഇത്രയും എന്താ പറയുക, ഈ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഇത്രയും ലവ് ആൻഡ് കെയർ ആയിട്ടുള്ള ഒരു മോനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നി. ചേച്ചിയുടെ ഒരു വലിയൊരു ഭാഗ്യമാണ് ആ മകൻ എന്ന് തോന്നി. കാരണം അമ്മയുടെ A to Z കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവൻ ഡീറ്റെയിൽ ആയിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തത് അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേസ് ക്രീം, ഇതൊക്കെ കിട്ടുമെന്നാണ് എന്നോട് ആദ്യം ചോദിച്ചത്. കാരണം അമ്മയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്നോട് പറഞ്ഞു. ഞാൻ ഇതൊക്കെ അതിനകത്ത് ഈ ഒരു വീഡിയോയിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പം ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഒരു മകൻ അമ്മയെ മനസ്സിലാക്കിയെന്നാണ്.
അപ്പം ഞാൻ എടുത്ത എഫേർട്ട് എനിക്ക് ഒരിക്കലും അതൊരു ഡൗൺ ആയിട്ട് തോന്നിയില്ല. കാരണം അത്രയും പ്രൈസ്ലെസ് ആയിരുന്നു ആ ഒരു മൂമെൻറ്റ്. എന്നിരുന്നാലും ആ അമ്മയുടെ ചെറുതേങ്ങലിൽ ഒരു ചെറിയ മഞ്ഞുതുള്ളിയാവാൻ എനിക്ക് സാധിച്ചു. അവരുടെ സന്തോഷത്തിൽ എനിക്കും പങ്കുചേരാൻ കഴിഞ്ഞു. ഇനിയുള്ള കാലം വരെയും ഈ ഒരു സ്നേഹം, ഈ ഒരു കരുതൽ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല കൈയുടെ ഒന്നുകൂടെ ആണ്. ഇനി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. This is a special gift from Siddharth. You can see happy birthday Amma. രശ്മി കരയുന്നുണ്ട്, അതാരും ശ്രദ്ധിക്കണ്ട. സോറി, സ്മിത കരയുന്നുണ്ട്, അതാരും ശ്രദ്ധിക്കണ്ട. That's what I'm going to help you. On the side, sir. Right, sir. Chocolate. These are the favorites of Smita, ordered by Siddharth. Yeah. Light. Achoo. Light. ഇതും രണ്ടുമുണ്ട്. ഇതിൽ പറ്റിയാണോ ഇത്രയും പ്രാവശ്യം വിളിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. അച്ചോ അമ്മയെ കുഞ്ഞു ഇതെനിക്കൊരു രശ്മിയുടെ സെലക്ഷൻ ആണ് അല്ലേ? സിദ്ധാർത്ഥ നിങ്ങൾ പറയണമെങ്കിൽ പറയാം, ഞാൻ മൈക്ക് വയ്ക്കാം. അയ്യോ ഒരു സെക്കൻഡ്. ഉമ്മ ലവ് യു. അതെപ്പോ പ്ലാൻ ചെയ്തു? ചേട്ടാ ഒന്ന് നീ ഡൗൺ ചെയ്ത് കൊടുക്കുവോ? കുറച്ച് റൊമാൻറ്റിക് ആയിട്ട്. വാട്ട്? എല്ലാവർക്കും ഒരു നല്ല കയ്യടിയാകാം. ഈ അമ്പതാമത് വയസ്സിലെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോ എപ്പോ പറയാൻ പറ്റും? അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് എല്ലാരും വന്നതിൽ തന്നെ വളരെ സന്തോഷം. പക്ഷെ എല്ലാരും പറഞ്ഞ 50 വയസ്സാണെന്ന് തോന്നുന്നില്ല. It's all credit goes to Priya ചേട്ടൻ. മറക്കാൻ പാടില്ല. എൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഞാൻ UK പോകാനുള്ള മെയിൻ റീസൺ ചേച്ചിയാണ്.
കൺക്ലൂഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു മെമ്മറി കിട്ടിയത് ചേച്ചി ബ്ലെസ്ഡ് ആണ്. കാരണം എനിക്കൊരു അരമണി ആ ചേച്ചി കാരണം ഞാൻ ശരിക്കും സർപ്രൈസ് ആയി പോയി. ഇന്ന് എന്നെ ഇത്രയും ചേച്ചി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയാതെ ഇത്രയും വർഷം കൂടെ താമസിച്ചിട്ട് രതീഷേട്ടൻ എന്റെ ഇഷ്ടപ്പെട്ട പെർഫ്യൂം രതീഷേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഏതാന്ന് പോലും രതീഷേട്ടൻ അറിഞ്ഞൂടാ. പക്ഷെ ചേച്ചി ഞാൻ അരമണിക്കൂറിനുള്ള അവർക്ക് ലിസ്റ്റ് ചെയ്തില്ല. ചേച്ചി ഭയങ്കര ബെസ്റ്റാണ്. എനിക്ക് പറഞ്ഞു ഞാൻ രതീഷേട്ടൻ പറയുന്നത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി. ഞാൻ പറഞ്ഞു ശരിക്കും പൃഥ്വിയൊക്കെ കണ്ടുപഠിക്കണം. ഇങ്ങനെ ഇത്രയും ചേച്ചി ഇഷ്ടപ്പെടുന്ന പോലെ എനിക്ക് പറഞ്ഞില്ല. ടച്ച്വുഡ് ഇതൊരു ബ്ലെസ്സിംഗ് ആണ് ചേച്ചി. ആൻഡ് യു ടു ചേട്ടാ ഇത്രയും നല്ലൊരു മോനെ കിട്ടിയത് എനിക്ക് ചേച്ചിനെക്കാളും കൂടുതൽ പറയാനുള്ളത് എനിക്ക് അറിയാണ്. കാരണം എനിക്ക് ഇന്നലെ ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി ചേച്ചി എത്ര രണ്ടാമത് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. ബർത്ത്ഡേ ചേച്ചി. ചേച്ചി ഒരു ബ്ലെസ്ഡ് സോളാണ്. ഐ ലവ് യു സോ മച്ച്.